ഹലോ, തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സ്റ്റേറ്റ് കലോത്സവത്തിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടത്. അതിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു വ്ളോഗാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ 3-ാം തീയതിയാണ് കേട്ടോ. 3-ാം തീയതി വൈകുന്നേരം ഉള്ള ട്രെയിനാണ്. അപ്പോൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. 1 മണിക്കൂർ ലേറ്റാണ് കേട്ടോ ട്രെയിന്. അപ്പോൾ വരാവൽ നിന്നൊക്കെ വരുന്ന ട്രെയിനാണ്. വരാവൽ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ് കേട്ടോ. ട്രെയിനിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫുഡ് കഴിക്കുമ്പോഴാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു. അത് നല്ല ആസ്വദിച്ച് തിന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഇലയിലൊക്കെ പൊതിഞ്ഞുകൊണ്ട് നല്ല രുചിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. പുതപ്പൊക്കെ എടുത്തിട്ട് ഉറങ്ങാൻ കിടന്നു. തിരുവനന്തപുരത്ത് രാവിലെ 3:30 തന്നെ എത്തിയിട്ടാ. 4 മണിക്ക് എത്തേണ്ട ട്രെയിനാണ് 3:30 എത്തിയത്. കാഞ്ഞങ്ങാടൊക്കെ എത്തുമ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ ലേറ്റായിരുന്നു. അത് തന്നെ ഇപ്പം എത്തേണ്ട സമയത്തിന് 1/2 മണിക്കൂർ മുമ്പ് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. അപ്പം ഞങ്ങളിങ്ങനെ നടക്കുകയാണ് സ്റ്റേഷനിലൂടെ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് സ്റ്റേഷനിൽ ഇരുന്നതാണ്. അപ്പോൾ നല്ലൊരു ചായയൊക്കെ കുടിച്ചു. നല്ല ചായയായിരുന്നു. ഞാൻ ചായ കുടിക്കുന്ന ഒരാളെ അല്ല, പക്ഷേ ഈ അടുത്ത ചായ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോഴാണ് നമ്മൾ വന്ദേ ഭാരത് കണ്ടത്. 5:15 ട്രെയിനാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വന്നത് വന്ദേ ഭാരതിനായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. തിരുവനന്തപുരം സ്ട്രീറ്റിലൂടെ ഇങ്ങനെ രാവിലെ നടക്കുകയാണ് കേട്ടോ നമ്മൾ. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു സ്റ്റേറ്റ് കലോത്സവത്തിനൊരു വ്ളോഗ് എടുക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്ത് വെച്ച് നടന്ന സ്റ്റേറ്റ് കലോത്സവത്തിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. വ്ളോഗോ കാര്യങ്ങളോ അങ്ങനെയൊന്നും എടുത്തില്ല. കാരണം എൻ്റെ മടി തന്നെയാണ് കേട്ടോ. അപ്പം റൂമിലെത്തിയിട്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എത്തിയപാട് തന്നെ ഞാൻ ഉറക്കമായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങി. ഇന്ന് എനിക്ക് പരിപാടി ഉണ്ട് കേട്ടോ. അഷ്ടപതിയാണ്. അപ്പോൾ നമ്മൾ കലോത്സവ നഗരിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ പോയി. നല്ല ഇലയൊക്കെ ഇട്ട് നല്ല ഫുഡായിരുന്നു. പുട്ട് ഇങ്ങനെ പൊടിച്ചിട്ടതായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ കുറച്ച് വൈകിട്ടാണ് എത്തിയത്. അതുകൊണ്ട് നമുക്ക് പഴമാണ് കിട്ടിയത്. അതിന് മുമ്പ് കടലക്കറി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതിങ്ങനെ കഴിക്കുകയാണ്. പിന്നെ അവിടെ നല്ല പാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഊഞ്ഞാലാടാനും ഒക്കെ സ്ഥലം ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ. നല്ല രസമായിരുന്നു. നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പരിപാടിയായി. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് പരിപാടിയായി. അഷ്ടപതിയായിരുന്നു. നന്നായിട്ട് പാടാൻ പറ്റി. നല്ലൊരു അനുഭവമായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഞാൻ അഷ്ടപതിയും സംസ്കൃത പദ്യവും പിന്നെ ഗ്രൂപ്പായിട്ടായ വന്ദേ മാതരമായിരുന്നു പാടിയിട്ടുണ്ടായിരുന്നത്. അഷ്ടപതി കഴിഞ്ഞ കൊല്ലത്തെയാണ് ഇപ്പോഴും പാടിയത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. അപ്പം അത് തന്നെയാണ് ഞാൻ പാടിയത്. പിന്നെ ഞാൻ പാടിയ ആ ഒരു വേദി 18ആണെന്ന് തോന്നുന്നു. 18 നല്ല രസമായിരുന്നു. അവിടെ പാർക്കും പിന്നെ ഒരുപാട് മരങ്ങളും. LP മോഡൽ സ്കൂളാണ് കേട്ടോ. നല്ല രസമായിരുന്നു അവിടെ. പിന്നെ ഒരുപാട് ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ അഷ്ടപതിക്ക് റിസൾട്ട് പറഞ്ഞു. A-grade ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമായി. പിന്നെ നമ്മൾ നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയം, നമ്മുടെ മെയിൻ വേദിയിലേക്ക് വന്നു. അവിടെയും അടിപൊളിയായിരുന്നു. പിന്നെ മീഡിയയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേദിയിലെ കുറച്ച് കാഴ്ചകളാണ്. ഗ്രൂപ്പ് ഡാൻസൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മീഡിയയിലൊക്കെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇടയ്ക്കൊക്കെ പിടിച്ചിട്ട് വെയിറ്റ് ചെയ്യാണ്. അമൃത TVയിലായിരുന്നു കേട്ടോ കിട്ടിയത്. നമ്മളതിലാണ് പോയത്. അപ്പോൾ അവരിങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പിന്നെ കുറച്ച് പാടി. അഷ്ടപതി 2-3 വരി പാടി. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. ഇതൊക്കെ നല്ലൊരു അനുഭവമാണല്ലോ, മീഡിയയിൽ പോകുന്നതും ഒക്കെ. ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നമ്മൾ രാത്രി അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മൾ റൂമിലോട്ടല്ല കേട്ടോ, നമ്മുടെ ഭക്ഷണശാലയിലോട്ട് പോയി. അവിടെയും നല്ല ചോറ് ഇതൊക്കെയായിരുന്നു. ഉച്ചക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം 1 മണിക്കാണ് അഷ്ടപതി പറഞ്ഞത്. പക്ഷെ നമ്മളവിടെ 1 മണിക്ക് തന്നെ തുടങ്ങുന്ന വിചാരിച്ചിരുന്നു. പക്ഷെ 2-3 മണിയായി. അപ്പോൾ അവിടെ നിന്ന് തന്നെയുള്ളൊരു ഹോട്ടലിൽ പോയിട്ട് പാർസലൊക്കെ വാങ്ങിച്ചിട്ടാണ് കഴിച്ചത്.
പിന്നെ വീണ്ടും സെൻട്രൽ സ്റ്റേഡിയത്തിൽ പോയിട്ട് ഗ്രൂപ്പ് ഡാൻസ് കണ്ടു കേട്ടോ. ഇത് നമ്മുടെ കാസർഗോഡ് എന്നുള്ള ടീമാണ്. അടിപൊളിയായിരുന്നു. നമ്മുടെ വയനാടിലെ ദുരന്തത്തെക്കുറിച്ചിട്ടുള്ള ഇതായിരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല കയ്യടിയായിരുന്നു. നല്ല രസമായിരുന്നു ഇവരുടെ പെർഫോമൻസ്. അപ്പം നമ്മൾ റൂമിലോട്ട് പോയി. പിറ്റേ ദിവസം പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അടുത്തൊക്കെ ദിവസമാണ് പരിപാടികൾ. പിന്നെ നല്ല മഴയായിരുന്നു രാത്രി. അപ്പോൾ ഈ ഒരു ദിവസം നന്നായിട്ട് തന്നെ പോയി. അപ്പോൾ അടുത്ത ദിവസങ്ങളിലെ വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. ടാറ്റാ.